നമസ്കാരം സർ. നമസ്കാരം പ്രിയൻ. പശ്ചിമ ബംഗാളിലെ ഫാൽത്ത മണ്ഡലത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ജഹാംഗീർ ഖാൻ എന്ന TMCയുടെ സ്ഥാനാർത്ഥി. അവിടെ 80ഓളം ബൂത്തുകളിൽ വലിയ കള്ളവോട്ടൊക്കെ നടത്തിയാണ് ഇദ്ദേഹം അവിടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് നടക്കില്ല എന്ന് വന്നതോടുകൂടിയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി ഇയാൾ പ്രഖ്യാപിച്ചത്. ശരിക്കും വാസ്തവത്തിൽ അവിടെ എന്താണ് സർ സംഭവിച്ചത്? ഇത് ഏപ്രിൽ 29 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിന് വ്യാപകമായ ബൂത്ത് പിടുത്തം, അതുപോലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തൽ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ, പിന്നെ പല തെരഞ്ഞെടുപ്പ് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു ഏപ്രിൽ 29. അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇത് ഈ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്നത് മമതയുടെ മരുമകനല്ലേ, അഭിഷേക് ബാനർജി, അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. അത് കൂടാണ്ട് ഡയമണ്ട് ഹാർബർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 24 പർഗാനാസ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുമാണ് അയാൾ. അതെ. അപ്പൊ അവര് ഇതിനു മുമ്പ് ജയിച്ച കണക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയൻ അത്ഭുതപ്പെട്ടു പോകും. 2011 അവർക്കവിടെ 13% വോട്ടുകളാണ് കിട്ടിയത്. അവരുടെ ഭൂരിപക്ഷം 13% വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അത് 2016 ആയപ്പോഴത്തേക്ക് 20% വർദ്ധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ചത് 7.1 ലക്ഷം വോട്ടിനാണ്. ബംഗാളിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഈ വോട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഖാൻ അവിടുത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് ഈ ജഹാംഗീർ ഖാൻ. അപ്പൊ അയാള് ഈ മറ്റേ ഉത്തർപ്രദേശ് പോലീസിലെ ഒരു പോലീസ് കമ്മീഷണർ അജയ് പാൽ ശർമ്മ IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നമ്മളുടെ ഡയമണ്ട് ഹാർബർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിരീക്ഷകനായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഇയാളുടെ കള്ളത്തരം എല്ലാം വെളിച്ചത്ത് വരുന്ന അയാൾക്ക് മനസ്സിലായി. ആർക്ക്? ഈ ജഹാംഗീർ ഖാൻ. ആദ്യമൊക്കെ അയാൾ പറഞ്ഞു അയാള് മറ്റേ ഈ അജയ് പാൽ ശർമ്മ അറിയപ്പെടുന്ന സിംഗം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ആ ഏരിയയിൽ. കാരണം നമ്മുടെ തമിഴ് സിനിമയിലെ ഒരു നായകൻ സൂര്യ പോലീസ് കമ്മീഷണറായിട്ട് വരുമ്പോ സിംഗം എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത്. അത് അഖിലേന്ത്യാ തലത്തിൽ എന്റെ പേരായി. അപ്പൊ അയാള് സിംഗമാണെങ്കിൽ ഞാൻ പുഷ്പമാണ് എന്ന് പറഞ്ഞു. പുഷ്പ ഏതോ ഒരു സിനിമയിലെ ഗുണ്ട ക്യാരക്ടർ ആയിരിക്കും മിക്കവാറും. സിനിമയിലെ ക്യാരക്ടറാണ്, നായകനാണ്. ഈ തെരുവ് ഗുണ്ടയ്ക്ക് ഇങ്ങനെ ഒരു അപരനാമം കിട്ടിയത്, പുഷ്പ എന്നുള്ള അപരനാമം കിട്ടിയത് തന്നെ ഭയങ്കര അതിശയമായി. ഇതാ ഇന്നലെ അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം മുഖ്യമന്ത്രി ആദരണീയനായ സുവേന്ദു അധികാരി ഫാൽത്തയെ ഒരു സുവർണ നഗരമാക്കി മാറ്റും എന്ന് പറയുകയും അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് ഈ ജഹാംഗീർ ഖാന്റെ പ്രഖ്യാപനം. പക്ഷെ അയാള് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിലും ഈ ബാലറ്റ് പേപ്പറിലൊക്കെ അയാളുടെ പേരുണ്ട്. കാരണം ഏപ്രിൽ 13 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അപ്പൊ ഇയാള് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പേടിച്ച് പിന്മാറിയതാണ്. കാരണം അയാളുടെ ഗുണ്ടായുസവും ബൂത്ത് പിടുത്തമൊന്നും അയാൾ ഇനി നടക്കൂല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ പിന്മാറിയിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡ എന്ന് പറയുന്ന ആളാണ്, BJPയുടെ. അദ്ദേഹത്തിന് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കെങ്കിലും വിജയിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇയാളുടെ ഈ പ്രവർത്തനം, അതായത് ജഹാംഗീർ ഖാന്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നടന്നു വരുന്ന ഗുണ്ടായിസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ്സുകാര് പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല ഇയാൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയത് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് അവര് കൈ കഴുകിയിട്ടുണ്ട്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് നാളെ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും.
ഇപ്പൊ എന്ത് പറ്റി, ഇയാളെ പിന്മാറിയതോടുകൂടി കോൺഗ്രസും CPM-ഉം സജീവമായി. കോൺഗ്രസ് ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ്, അബ്ദുൾ റസാഖ് മൊള്ള എന്ന് പറഞ്ഞ ആളാണ്. CPM-ന്റെ സുജൻ ചക്രവർത്തിയാണ് CPM-ന്റെ. അപ്പൊ അവര് പറഞ്ഞിരിക്കണം എല്ലാ മറ്റേ BJP വോട്ടുകൾ മുഴുവൻ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇരു കൂട്ടരും സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് പണ്ട ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടാണ്. കാരണം ജനങ്ങൾക്ക് ഭയം കൂടാതെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിന് ഇപ്പൊ അവിടെ ഏതാണ്ട് 80ഓളം ബൂത്തുകളാണ് അവിടെ ആ മണ്ഡലത്തിൽ മാത്രം പിടിച്ചിട്ടുള്ളത്. ഇനി അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, അയാൾക്ക് ഇനിയും പുറത്തിറങ്ങാൻ പറ്റൂല. ബൂത്തുകൾ പിടിച്ചെടുത്താണ് അവിടെ അട്ടിമറി നടത്തിയിരുന്നത്. ആ അട്ടിമറി നടക്കില്ല എന്ന് വന്നതുകൊണ്ടാണ് പിന്മാറ്റം എന്നാണ് പൊതുവെയുള്ള സംസാരം. അതെ, അതൊരു സംശയമില്ല. പിന്നെ അത് മാത്രമല്ല, ബംഗാളില് കഴിഞ്ഞ ദിവസം ഒരു വലിയ കലാപം സൃഷ്ടിക്കാൻ നോക്കി ഈ തൃണമൂൽ കോൺഗ്രസുകാരുടെ നേതൃത്വത്തില് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര്. അവര് തെൽജ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത്, തെൽജ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൽക്കത്തയുടെ സബർബ്സിലുള്ള, അവിടെ അവര് എന്താ പറഞ്ഞ അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് ഒന്നിനും തന്നെ പെർമിഷൻ ഇല്ല. കെട്ടിടം പണിതിരിക്കുന്ന പെർമിഷൻ ഇല്ലാതെയാണ് പണിതിരിക്കുന്നത്. വർഷങ്ങളോളായിട്ട് ആ കെട്ടിടങ്ങൾ അവിടെ നിലനിൽക്കുന്ന പെർമിഷൻ ഇന്നേവരെ ഇല്ല. എല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഈ കെട്ടിടത്തിന്റെ പെർമിഷൻ ചോദിച്ചപ്പോ അവര് പോലീസുകാര് വിരട്ടുമൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോ എന്ത് പറ്റി, അവര് ബുൾഡോസർ കൊണ്ടുവന്ന ആ സ്ഥലമൊക്കെ കെട്ടിടമൊക്കെ പൊളിച്ച് കാട്ടിക്കളഞ്ഞു. അവിടെ വലിയ കലാപം ഉണ്ടായി. ഒരു IPS ഉദ്യോഗസ്ഥൻ ചതൻ ബാനർജി എന്നിട്ട് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥൻ അവിടെ വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ട് ആശുപത്രിയിലാണ്. അപ്പൊ അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സുവേന്ദു അധികാരിയുടെ സർക്കാർ. അപ്പൊ അതുകൊണ്ട് ഇനി ഇവർക്ക് സൂക്ഷിച്ച് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കൗതുകകരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും ഈ എന്താ പറയുന്ന ഇവിടെ നടക്കാൻ പോകുന്നു, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കാൻ പോകുന്നു, ഫാൽത്തയിൽ നടക്കാൻ പോകുന്നു. ഇത് ഗുണ്ടായിസത്തിന് എന്നും ഗുണ്ടായിസം ഒരിടത്ത് പിടിച്ചു നിൽക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അത് മാത്രമല്ല, പോലീസുകാർ മറ്റേ ഈ കലാപം സൃഷ്ടിച്ചില്ലേ, തിൽജ എന്ന് പറഞ്ഞ സ്ഥലത്ത് കലാപം സൃഷ്ടിച്ചതിന് അതിന്റെ പിന്നിൽ ഉള്ള ഒരു പ്രധാന മസ്തിഷ്കം ആരാണ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യും, തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ആ ഒരു കെട്ടിടത്തിന് അവർ തീ വെച്ച് 3 പേരും എന്ത് മരിച്ചിരുന്നു പ്രിയൻ. അതുപോലെ അവര് ജനക്കൂട്ടം അനധികൃതമായിട്ടാണ് കൂടിയത്. അവർ പല നിരത്തുകളും ബ്ലോക്ക് ചെയ്തു. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവർ പിരിഞ്ഞു പോയില്ല. പോലീസ് വളരെ ആത്മസംയമനം പാലിച്ചിട്ടാണ് ജനങ്ങളോട് പിരിഞ്ഞു പോകാനും അവരോട് അനധികൃതമായിട്ടാണ് കൂട്ടം കൂടിയേക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി അവര് ആക്രമണം തുടങ്ങി. ചിത്രദീപ് പാണ്ഡെ, അതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ചിത്രദീപ് പാണ്ഡെ. അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. പിന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പോലീസ് ഓഫീസർ കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു എന്താ പറയുക, BJP പത്രം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് തീവച്ചതും അതുപോലെ ജനങ്ങളുടെ കലാപവും എല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഞങ്ങൾ ആ ഗൂഢാലോചനയുടെ ഇതിന് കേന്ദ്രം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് വരികയാണെന്നാണ് പറഞ്ഞത്. ഇവർക്ക് സംഘം ചേർന്ന് അവിടെ പ്രകടനം നടത്താൻ പോലീസ് ഒരു പെർമിഷൻ പോലും കൊടുത്തിരുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയ ആൾക്കാരാണ് പോലും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപ്പൊ അവിടെ നല്ല ഏതായാലും മഹാരാഷ്ട്രയിലല്ല ബംഗാളില് സുവേന്ദു അധികാരി നല്ല ഭരണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. കൂടുതലും നമുക്ക് വാർത്തകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇത്രയും വാർത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബംഗാളിൽ നിന്ന്. അതെ സാർ, എന്തായാലും കള്ളവോട്ട് നടക്കില്ല എന്ന് പേടിച്ച് ഒരു സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ബംഗാളിൽ ജനാധിപത്യം തിരിച്ചു വരികയാണെന്നുള്ള ശുഭവാർത്തകളാണ് വരുന്നത്. വളരെയധികം നന്ദി സാർ.